ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു തആല സ്വർഗവാസികളുടെയും നരകവാസികളുടെയും അവസ്ഥ മനസ്സിലാക്കി തരികയുണ്ടായി. തുടർന്നുള്ള ആയത്തുകളിലും സ്വർഗവാസികളുടെയും നരകവാസികളുടെയും അവസ്ഥയെപ്പറ്റി തന്നെയാണ് പറയുന്നത്. വനാദാ അസ്ഹാബുൻ നാരി അസ്ഹാബൽ ജന്നതി അൻ അഫീളൂ അലൈനാ മിനൽ മാഇ ഔ മിമ്മാ റസഖകുമുല്ലാഹ് قالوا إن الله حرمهما على الكافرين. നരകവാസികൾ സ്വർഗവാസികളെ വിളിച്ച് ഇപ്രകാരം പറയുന്നതാണ്: അല്പം ജലമോ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ആഹാരത്തിൽ നിന്നും അല്പം ഞങ്ങളുടെ മേൽ ഇട്ടുതരുക. അവർ പറയും, അള്ളാഹു ഇവ രണ്ടും നിഷേധികളുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു. الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. അവരുടെ മതത്തെ അവർ കളിയും തമാശയുമാക്കിയവരാണ്. ഭൗതിക ജീവിതം അവരെ വഞ്ചിക്കുകയും ചെയ്തു. ഈ ദിവസത്തെ കണ്ടുമുട്ടുന്നതിനെ അവർ മറന്നുകളയുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും ചെയ്തതുപോലെ ഇന്നേ ദിവസം നാമും അവരെ മറന്നുകളഞ്ഞിരിക്കുന്നു. നാം കഴിഞ്ഞ ആയത്തുകളിൽ മനസ്സിലാക്കുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആല നരകവാസികൾക്ക് സ്വർഗവാസികളെയും സ്വർഗവാസികൾക്ക് നരകവാസികളെയും കാണിച്ചു കൊടുക്കുന്നതാണ്. അവരുടെ ഇടയിൽ സംഭാഷണങ്ങളും ഉണ്ടാവുന്നതാണ്. അവരുടെ മറ്റു പല സംഭാഷണങ്ങളും കഴിഞ്ഞ ഏതാനും ആയത്തുകളിൽ നാം മനസ്സിലാക്കി. ഈ ആയത്തുകളിലും അല്ലാഹു തആല സ്വർഗവാസികളുടെയും നരകവാസികളുടെയും ഇടയിലുള്ള സംഭാഷണത്തെ തന്നെയാണ് നമുക്ക് അറിയിച്ചിരുന്നത്. സ്വർഗവാസികളുടെയും നരകവാസികളുടെയും ഇടയിലുണ്ടാവുന്ന വലിയ മതിൽ, അതുപോലെ അവർ പരസ്പരം കാണുന്ന രീതി, അവർ പരസ്പരം സംഭാഷണം നടത്തുന്ന രീതി, ഇതെല്ലാം അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഭൗതികമായ നമ്മുടെ പരിമിതികളുള്ളതായ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇതേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. കാരണം പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലും നരകത്തിൻ്റെ ആയത്തെപ്പറ്റിയും വിശാലതയെപ്പറ്റിയും സ്വർഗത്തിൻ്റെ വിശാലതയെപ്പറ്റിയും ഏറ്റവും കുറഞ്ഞ ഈമാനുള്ള ആൾക്ക് ലഭിക്കുന്ന വിശാലമായ സ്വർഗത്തെപ്പറ്റിയുമെല്ലാം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ വിശാലമായ സ്വർഗം, വിശാലമായ ആഴമുള്ളതായ നരകം, ഇതിലുള്ള ജനങ്ങൾ എങ്ങനെ പരസ്പരം കാണും, എങ്ങനെ പരസ്പരം സംസാരിക്കും എന്ന സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായേക്കാം. പക്ഷേ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, സ്വർഗമെന്നുള്ളത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. നരകമെന്നുള്ളതും മനുഷ്യൻ്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്ത, ഒരു ബുദ്ധിക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളതാണ് സ്വർഗം നരകമെന്നുള്ളത്. പിന്നെ നമ്മൾ ദുന്യാവിൽ ജീവിക്കുന്നവരായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല അവിടെയുള്ള അവസ്ഥകളും അവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടെ നടക്കുന്ന സംഭാഷണങ്ങളുമെല്ലാം വിശദീകരിച്ചു തന്നു എന്ന് മാത്രം. ഒരിക്കലും നമുക്കിതിനെ ചിന്തിക്കാൻ പറ്റിയിട്ടില്ല എന്ന് വിചാരിച്ചത് കൊണ്ട് അത് സംഭവിക്കുകയില്ല എന്നൊരിക്കലും പറയാൻ പറ്റുന്നതല്ല. നാം ദുന്യാവിലെ അവസ്ഥ തന്നെ നോക്കിയാൽ ഈ ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓരോ ദിവസം കൂടുന്തോറും മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യൻ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ധാരാളം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം വിദൂരത്തുള്ള ഒരാളോട് സംഭാഷണം നടത്തുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമായിരുന്നു. അത് സെക്കൻഡുകൾ കൊണ്ട് നടത്തൽ അവർക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഏത് മുക്കിലും മൂലയിലുമുള്ള ആളോട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നു. അതിന് യാതൊരു പ്രയാസവുമില്ല. എത്രയോ കിലോമീറ്ററുകൾ വിദൂരമുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ ലൈവായിക്കൊണ്ട് ജനങ്ങൾ ഇന്ന് പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് കാണുകയാണ്.
ഇതെല്ലാം ഒരിക്കലും വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച ആളുകളുടെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെയൊരു സമ്പ്രദായം, ഇങ്ങനെയൊരു രീതി, ഈ രീതിയിൽ എല്ലാ ഭാഗത്തുള്ള ആളുകൾക്കും പരസ്പരം കാണാനും സംസാരിക്കാനുമുള്ള അവസ്ഥ, ഇതൊന്നും ഒരിക്കലും പണ്ട് കാലങ്ങൾ ജീവിക്കുന്ന ആളുകൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരുന്നു. അവരോട് ആരെങ്കിലും ഈ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നതല്ല. ഈ രീതിയിൽ തന്നെ യാത്രാ സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച ആളുകളോട് ഇന്നുള്ള അവസ്ഥയെപ്പറ്റി പറയുകയാണെങ്കിൽ അവർ അത്ഭുതപ്പെട്ടു പോകുന്നതാണ്. കാരണം മനസ്സിൽ പോലും ചിന്തിക്കാത്ത രീതിയിൽ അത്രയും നമ്മുടെ ടെക്നോളജി, നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ വളർന്നിരിക്കുന്നു. ഇതേ രീതിയിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് പരിമിതികളുണ്ട്, നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾക്ക് പരിമിതികളുണ്ട്. ഈ ഭൂമിയും അതിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന കാര്യങ്ങളുമല്ലാതെ അതിനപ്പുറം എന്തെങ്കിലും ഉണ്ടോ എന്നോ, അതിനപ്പുറം ഉണ്ടെങ്കിൽ അത് എങ്ങനെയാണ് എന്നോ ഒരിക്കലും നമുക്കറിയുന്ന കാര്യമല്ല. ഈ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ നമുക്ക് നടത്താൻ പറ്റുന്നുള്ളൂ. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു തആല മനുഷ്യരെയും മനുഷ്യരല്ലാത്ത സൃഷ്ടികളെയും, നമ്മൾ കാണുന്ന വസ്തുക്കളെയും കാണാത്ത വസ്തുക്കളെയും മനസ്സിലാക്കിയ വസ്തുക്കളെയും മനസ്സിലാക്കാത്ത വസ്തുക്കളെയും എല്ലാത്തിനെ പറ്റിയും പൂർണ്ണമായ അറിവുള്ളവനാണ്. അതുകൊണ്ട് സ്വർഗത്തിലും നരകത്തിലും എങ്ങനെ സംഭാഷണം ഉണ്ടാവും, അത് ഏത് രീതിയിലായിരിക്കും, ഇതെല്ലാം അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഈ രീതിയിൽ സംസാരിക്കാനും ഈ രീതിയിൽ കാണാനും പറ്റുമെന്ന വിഷയത്തിൽ സംശയിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം നമ്മുടെ ബുദ്ധിക്കും അറിവിനും പരിമിതികളുണ്ട്. നരകവാസികളെ സംബന്ധിച്ചിടത്തോളം നരകവാസികൾക്ക് അവരുടെ ഭക്ഷണം, അവരുടെ പാനീയം, ഇതെല്ലാം അവർക്ക് ശിക്ഷ തന്നെയാണ്. നരകവാസികൾക്ക് ഭക്ഷണമായി നൽകപ്പെടുന്ന ഭക്ഷണങ്ങളെപ്പറ്റി പരിശുദ്ധ ഖുർആനിൽ അറിയിച്ചിരുകയുണ്ടായി. മുള്ളുള്ളതായ ഭക്ഷണങ്ങൾ, തൊണ്ടയിൽ നിന്നും ഇറങ്ങാത്തതായ ഭക്ഷണങ്ങൾ, ചുട്ടുപഴുത്ത ചൂടുള്ള വെള്ളം അവർക്ക് നൽകുന്നതാണ്. അതുതന്നെ നരകവാസികളുടെ ശരത്തിൽ നിന്നുമുള്ള വെള്ളമായിരിക്കും നൽകുക. അതവർ കുടിക്കാനായി മുഖത്തിൻ്റെ അടുക്കിലോട്ട് കൊണ്ടുപോകുമ്പോൾ അവരുടെ മുഖം ആ തീയുടെ ചൂട് കാരണമായി ഒലിച്ചു പോകുന്നതും അങ്ങനെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവുന്നതുമാണ്. സക്കൂമെന്ന കയ്പുള്ളതായ, തിന്നാൻ പറ്റാത്തതായ കായ അവർക്ക് തിന്നാൻ നൽകുന്നതാണ്. ഈ രീതിയിൽ അവർക്ക് ലഭിക്കുന്ന ഭക്ഷണം, അവർക്ക് ലഭിക്കുന്ന പാനീയം, ഇതെല്ലാം ശിക്ഷ തന്നെയാണ്. നരകവാസികൾക്ക് അവർക്ക് ലഭിക്കുന്ന എല്ലാ വസ്തുക്കളും ശിക്ഷയാണ്. കാരണം നരകമെന്നുള്ളത് ശിക്ഷ അനുഭവിക്കാൻ അല്ലാഹു തആല ഒരുക്കിയതായ സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നരകവാസികൾ അവരുടെ വിശപ്പിൻ്റെ കാഠിന്യം കാരണത്താൽ അവർ സ്വർഗവാസികളോട് പറയുന്നതാണ്, നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളിൽ നിന്നും, നിങ്ങൾക്ക് ലഭിച്ച ഭക്ഷണങ്ങളിൽ നിന്നും പാനീയങ്ങളിൽ നിന്നും കുറച്ച് നിങ്ങൾ നമുക്ക് നൽകുക. കാരണം നമുക്ക് ഇവിടെ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, ഇവിടെ കഴിക്കാൻ തരുന്ന വസ്തുക്കൾ പോലും ശിക്ഷയാണ്. അതുകൊണ്ട് വിശപ്പിൻ്റെ കാഠിന്യത്താൽ കുറച്ച് നമുക്ക് എന്തെങ്കിലും തരുക എന്ന് നരകവാസികൾ സ്വർഗവാസികളോട് ചോദിക്കുന്നതാണ്. അവർ കെഞ്ചി ചോദിക്കുന്നതാണ്. ഈ സമയത്ത് അവരോട് പറയുന്നതാണ്, അല്ലാഹു തആല നിഷേധികളായ നിങ്ങളുടെ മേൽ സ്വർഗത്തിലെ വസ്തുക്കൾ നിഷിദ്ധമാക്കിയിരിക്കുന്നു. ദുന്യാവിൽ നിങ്ങൾക്ക് സമയമുണ്ടായിരുന്നു, ആ സമയത്ത് നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചില്ല, മറിച്ച് അല്ലാഹുവിനെ മറന്നു കളഞ്ഞു. അല്ലാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് പകരം ദുന്യാവിൻ്റെ സുഖങ്ങളിൽ നിങ്ങൾ ലയിക്കുകയുണ്ടായി. ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ വിനോദത്തിന് വേണ്ടി നിങ്ങൾ അല്ലാഹുവിൻ്റെ കൽപ്പനകളെ മാറ്റിവെക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ ദുന്യാവിൽ നിങ്ങൾ അല്ലാഹുവിനെ മറന്നതുകൊണ്ട് ഇവിടെ വെച്ച് അല്ലാഹുവും നിങ്ങളെ മറന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു രീതിയിലുള്ള സഹായമോ ഒരു രീതിയിലുള്ള അനുഗ്രഹങ്ങളോ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. നിങ്ങൾ കാലാകാലം ശിക്ഷ അനുഭവിക്കേണ്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വർഗവാസികളുടെ അനുഗ്രഹത്തെ ആഗ്രഹിച്ചത് കൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് അവരെ അറിയിക്കുന്നതാണ്. ഇതിലൂടെ നരകവാസികളുടെ ദയനീയമായ അവസ്ഥയെ അല്ലാഹു തആല അറിയിക്കുകയാണ്. ദുന്യാവിൽ അല്ലാഹുവിനനുസരിച്ച് ജീവിക്കാനുള്ള സമയം നൽകി. ആ സമയത്ത് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുവിൻ്റെ കൽപ്പനകളെ മാറ്റിവെക്കുകയും അല്ലാഹുവിനെ മറന്നു കളയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആഖിറത്തിൽ അവരുടെ അവസ്ഥയെയും അല്ലാഹു മറന്നു കളയുന്നതാണ്. അവർക്കൊരു രീതിയിലുള്ള അനുഗ്രഹങ്ങളും അല്ലാഹു തആല ആഖിറത്തിൽ പരലോകത്ത് നൽകുന്നതല്ല. ഇങ്ങനെ സ്വർഗവാസികളുടെ അനുഗ്രഹം കാണിച്ചു കൊടുത്തുകൊണ്ട് നരകവാസികളുടെ ശിക്ഷയെ അല്ലാഹു ഇരട്ടിയാക്കുന്നതാണ്. കാരണം ഒരു ശിക്ഷ അനുഭവിക്കുമ്പോൾ ആ ശിക്ഷ അനുഭവിക്കുന്നതോടൊപ്പം മറ്റേതെങ്കിലും ഒരാളുടെ അനുഗ്രഹത്തെ കാണുകയാണെങ്കിൽ
അനുഭവിക്കുന്നതായ ശിക്ഷയോടൊപ്പം ഞാൻ നല്ല രീതിയിൽ ജീവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ആ അനുഗ്രഹങ്ങൾ കിട്ടുമായിരുന്നല്ലോ എന്നൊരു കുറ്റബോധവും കൂടിയും അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്നതാണ്. അതുകൊണ്ട് ശിക്ഷ ഇരട്ടിയായി തോന്നുന്നതാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല നരകവാസികൾക്ക് സ്വർഗവാസികളുടെ അവസ്ഥയെ കാണിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ നരകവാസികൾ സ്വർഗവാസികളോട് അപേക്ഷിക്കുന്നതാണ്. ഒരു കാലത്ത് ദുന്യാവിൽ ഇവർ ഭൗതികമായ കാര്യങ്ങൾക്ക് സ്ഥാനം നൽകിക്കൊണ്ട് ദീനിനെ പരിഹസിച്ചവരായിരുന്നു, ദീനുള്ളവരെ പരിഹസിച്ചവരായിരുന്നു, ദീൻ്റെ നടപടിക്രമങ്ങൾക്കെതിരായി പ്രവർത്തിച്ചവരായിരുന്നു. എന്നാൽ പരലോകത്ത് അവർ ദുന്യാവിൽ വെച്ച് ദീനിനെ പരിഹസിക്കുകയും അഹങ്കരിച്ചതും പോലെ അഹങ്കരിക്കാൻ പറ്റുന്നതല്ല. നേരെ മറിച്ച് ദുന്യാവിൽ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ചവരോട് അപേക്ഷിക്കുന്ന അവസ്ഥ ആഖിറത്തിൽ ഉണ്ടാവുന്നതാണ്. ഇതെത്ര വലിയ നിന്ദ്യതയാണെന്ന കാര്യം ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.